പ്രിയ സുഹൃത്തുക്കളെ, മിനുക്ക് വണിയിൽ നിന്ന് വീണ്ടും സ്വാഗതം. ഒരു ചെറിയ ചിന്താശകലം. നമ്മളെല്ലാം ജനിച്ച് സംസാരം തുടങ്ങിയാൽ അത് മരണത്തോടടുക്കുന്നിടം വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരോട് സമ്മതിക്കാതെ, മറ്റുള്ളവരോട് സംഭാഷിക്കാതെ ഒരു സമൂഹജീവിയായ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ ദിനംതോറും പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയിൽ തെറ്റുകളും പിഴവുകളും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ വായിൽ നിന്ന് പെട്ടെന്ന് ചാടിപ്പോയ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ ചിലത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞു തന്നെയുള്ള വാക്കുകളായിരിക്കാം. എന്തായാലും നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു എക്സ്പ്രഷൻ, ഒരു വാക്ക് മറ്റുള്ളവരെ കുത്തി നോവിച്ചിട്ട് ആ വേദന അനുഭവിച്ച ആള് അത് മറക്കാതെ കൊണ്ട് നടക്കുകയാണെന്ന് വിചാരിച്ചാൽ അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ച് പുകഞ്ഞ് എന്നോട് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പറഞ്ഞല്ലോ എന്നെല്ലാം ഓർത്ത് അത് കൊണ്ട് നടന്ന് വേദനിച്ച് വിരോധത്തോടുകൂടി, വൈരാഗ്യത്തോടുകൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോടുകൂടി ജീവിച്ചിട്ട് ചിലപ്പോൾ അതെല്ലാം ഒരു തർക്കത്തിലും ശണ്ഠയിലും ചെന്നിട്ട് ഈ ലോകത്തിൽ എത്ര സ്ഥലത്ത് കത്തിക്കുത്തു പോലും നടക്കുന്നു. എല്ലാം ഒരുപക്ഷെ ആരംഭിച്ചിരിക്കുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കാം. ഈ കുട്ടികളോട് ഇടപഴകുമ്പം, സ്റ്റുഡൻസിനോട് ഇടപഴകുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അവനെ വിളിച്ച് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഒരു നല്ല ശതമാനം കുട്ടികൾ, 1-2 കുട്ടികളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് അതുപോലെ ഉള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കുട്ടികളായിരിക്കും. അതല്ലെങ്കിൽ അവൻ ഉടനെ ന്യായീകരണത്തിന് നിൽക്കും. ഞാനത് അങ്ങനെ ചെയ്തത് ഇന്ന ഉദ്ദേശത്തിലാണ്, ഞാനത് ചെയ്തിട്ടേ ഇല്ല, അല്ല ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് കഥകളും ഉപകഥകളും ചെറിയ ചെറിയ നുണകളും എല്ലാം പറഞ്ഞ് അവന്റെ ജസ്റ്റിഫിക്കേഷനിൽ കൂടെ അവന് എല്ലാവരുടെയും മുകളിൽ കയറാൻ ശ്രമിക്കുന്നത്. ഇത് സ്റ്റുഡൻസിന് പൊതുവെ ഉള്ള ഒരു പ്രവണതയാണ്. എനിക്ക് ധാരാളം അനുഭവപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമുക്കിതെല്ലാം ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് നമ്മളിന്ന് പറയുന്നത്. അതായത്, ഞാൻ ഖേദിക്കുന്നു എന്ന ഒരു വാക്ക്. ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, ശരിയാണ്, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് എല്ലാം തീർന്നു. പിന്നെ അതിന്റെ മുമ്പോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇത്രയൊരു എളുപ്പ വഴി നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് നമ്മൾ ഇത്രയേറെ ഒരു വാക്കിലോ ഒരു കൊച്ചു പ്രവൃത്തിയിലോ പിടിച്ചു തൂങ്ങിക്കിടന്ന് നമ്മുടെയൊക്കെ ജീവിതം നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സന്തോഷം. ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഖേദിക്കുന്നു.